ഇതൊക്കെ ഞാൻ നിറച്ചു കൊണ്ടുവച്ച വെള്ളം കുറഞ്ഞിരിക്കണുണ്ട്. എന്റെ മോൻ വെള്ളം കുടിക്കുന്നതാണ്. എന്റെ മോൻ ആഹാരം കഴിക്കും, ഞാൻ കൊടുക്കുന്ന ആഹാരം എന്റെ മോൻ കഴിക്കും. എന്റെ മോൻ കഴിക്കും. എനിക്കറിയാം ഞാൻ വയ്ക്കണ വെള്ളം അടയാളം എനിക്കറിയാം. ഞാൻ നിറച്ച് വെള്ളം കൊണ്ടുവച്ച വെള്ളം കുറയും. അപ്പോഴും ഞാൻ മനസ്സിലാക്കി എന്റെ മോൻ ഞാൻ വെച്ച ആഹാരം എന്റെ മോൻ കഴിക്കരുത്. അവന് കിടക്ക എപ്പോഴും ഞാൻ വിരിച്ചിട്ടിരിക്കും. അവന്റെ ഫോൺ അവന്റെ കയ്യിൽ ഞാൻ കൊടുത്തു. എനിക്ക് എന്റെ മോനെ ഊരോടെ കണ്ടാ മതി. എന്റെ മോനെ ഒന്ന് കെട്ടിപ്പിടിക്കണത്. മോൻ മരിച്ചിട്ടില്ല, ഞങ്ങൾക്ക് ഇപ്പോഴും എന്റെ മോനുണ്ട്. എന്റെ മോന് എന്തിനീ ഇപ്പൊ ഒരു ക്രൂരത ചെയ്ത് തൂക്കിക്കൊല്ലണം. അവന്മാരെ കണ്ടെങ്കിൽ ഞാൻ ചോദിക്കുമായിരുന്നു, എന്റെ മോൻ എന്തൊരു തെറ്റ് നിങ്ങളുടെ ചെയ്ത് എന്റെ മോനെ ഈ ക്രൂരത ചെയ്യാൻ. അവന് കിടക്ക എപ്പോഴും ഞാൻ വിരിച്ചിട്ടിരിക്കും. അവന്റെ ഫോൺ അവന്റെ കയ്യിൽ ഞാൻ കൊടുത്തു. അവൻ ഫോൺ അവിടെ തന്നെ വെച്ചിരിക്കുക. എപ്പോഴും അവിടെ തന്നെ ഇരിക്കും അവന്റെ മോന്റെ ഫോണ്. അവൻ ഒരു തെറ്റിലും പോവാത്ത മോനാണ് എന്റെ മോൻ. എന്റെ മോന് അവൻ ജോലിക്ക് പോയിട്ട് വന്ന അവനും അവന്റെ പ്രാവും മാത്രമാണ് അവന്റെ കൂട്ട്. എന്തൊരു എന്റെ മോൻ എങ്ങനെ അബദ്ധം പറ്റിയെന്ന്. എന്റെ മോൻ എന്തിന് ഈ പിള്ളേര് വന്ന് എന്തിന് ഈ വേല ചെയ്തെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്റെ മോൻ അവന്മാരെ അറിഞ്ഞൂടാ, അവന്മാർക്ക് എന്റെ മോനെ അറിഞ്ഞൂടാ. ഇവനൊക്കെ എന്തിനെന്റെ മോനെ ഈ വേല ചെയ്ത്. എന്റെ മോനെ എന്റെ മോൻ ഒരു വഴക്കാളിയല്ല. വീട്ടിൽ പോലും അവര് വഴക്കൂടൂല. എപ്പോഴും ഞാൻ എൻ്റെ മോന് ചോറാകാൻ ഭാര്യയാണ് ഞാൻ എൻ്റെ മോന് കൊടുക്കുന്നത്. 26 വയസ്സായ എൻ്റെ മോൻ എല്ലാവരും വഴക്ക് പറയും, എന്തിന് നീ വളർന്ന മക്കൾക്ക് കാര്യം കൊടുക്കും. അവന് ചോറ് തിന്നാൻ വിളിക്കുമ്പോ അവൻ പറയണം, അമ്മ ആ വച്ച് തന്നാ ഞാൻ തിന്നാ. എൻ്റെ മോന് എന്തിനീ ഇപ്പൊ ഒരു ക്രൂരത ചെയ്ത് തൂക്കിക്കൊല്ലണം. ഇനി ഒരു മക്കൾക്ക് ഒരു അമ്മയ്ക്കും കണ്ണീര് വരാൻ പാടില്ല. ഇനി ഒരു കാലത്ത് ഒരു മക്കൾക്ക് ഇങ്ങനെ വരല്ലേ. ഇവനൊക്കെ എല്ലാത്തിനെയും തൂക്കുകയല്ലേ. എൻ്റെ മോനെ ക്രൂരത ചെയ്തവന് അവൻ്റെ കൂട്ടാളികളെയും അവനെയൊക്കെ പിറലോകം കാണല്ല, അവനെയൊക്കെ തൂക്കിക്കൊല്ലണം. അതായി ഞാൻ പറയണുള്ളൂ. ഇനി ഒരമ്മേനെയൊന്നും കണ്ണീര് വീഴരുത്, ഒരു കുടുംബത്തിന് ഇങ്ങനെ ഉണ്ടാവരുത്. എൻ്റെ വീട് ഉറങ്ങി കിടക്കണ എൻ്റെ മോന് ഞാൻ വേവിക്കണ ആഹാരം ഞാൻ എൻ്റെ മോനെ എപ്പോൾ വെച്ചു കൊടുക്കണം. ഞാൻ നിറച്ചു കൊണ്ടുവച്ച വെള്ളം കുറഞ്ഞിരിക്കണുണ്ട്. എന്റെ മോൻ വെള്ളം കുടിക്കുന്നതാണ്. എന്റെ മോൻ ആഹാരം കഴിക്കും, ഞാൻ കൊടുക്കുന്ന ആഹാരം എന്റെ മോൻ കഴിക്കും. എനിക്ക് പാട്ടില് ഇനി പോട്ടെ കാണണ്ട. അവന്മാരാരെങ്കിലും ഒരുത്ത വെളിയിൽ ഇറങ്ങിയാണെങ്കിൽ ഞങ്ങള് കുടുംബത്തോട് ആത്മഹത്യ ചെയ്യും. ഞങ്ങളെ കുടുംബത്തോട് ആത്മഹത്യ ചെയ്യും. എല്ലാരും വളർത്തും പോലെ എല്ലാരും എന്റെ മകനെ വളർത്തണ. എന്റെ കുഞ്ഞുനാളിലെ എന്റെ എന്റെ അടുത്താണ് കിടക്കുന്നത്. 26 വയസ്സായ ഏതെങ്കിലും ഒരു അമ്മ മക്കളെ വെച്ച് കിടത്തുവന്നു. 26 വയസ്സായ മോൻ എൻ്റെ അടുത്ത്, 30 വയസ്സായ മോനും എൻ്റെ അടുത്താണ് കിടക്കുന്നത്. രണ്ടൊരാടികളാണ്, രണ്ടുമാരാടികളാണ് എൻ്റെ അടുത്ത് കിടക്കാൻ. എൻ്റെ മക്കളെ ഞാൻ അങ്ങനെയാണ് എൻ്റെ മക്കളെ വളർത്തിയത്. പോയി എൻ്റെ മോര് തെറ്റിന് പോവൂല. എൻ്റെ മോര് ദുശീലങ്ങളെ ഉള്ളൂ. അല്ല മോനല്ല. ഒരു പരാതി ഞങ്ങളുടെ ആരും എന്ന് പറയില്ല. ഒരു തമാശ പോലും ഒരു മക്കളുടെ ഒരു കുട്ടികളുടെ പോലും ഒരു തമാശ പറയൂല. എൻ്റെ മോൻ ആരെങ്കിലും എന്ന് വിളിച്ച അവര് ചിരിച്ചുകൊണ്ടായ നാണം കുടുങ്ങി എൻ്റെ മോൻ. എൻ്റെ നാണം കുടുങ്ങിയ മോനാണ് പോ. എൻ്റെ നാണം കുടുങ്ങിയ മോനെ പോ. എൻ്റെ മോൻ എന്തിനീ ക്രൂരത ചെയ്ത മക്കളെ. നിന്റെ കൈ എന്തിനടാ നീയൊക്കെ
എന്തിനാണ് മോനോട് ഈ ക്രൂരത ചെയ്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ മോൻ ഒരു ഫോൺ ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ മോനെ ഇത്രയും ക്രൂരത ചെയ്യാ എനിക്ക് എങ്ങനെ തോന്നി? എൻ്റെ മോനെ കണ്ട ഒരു നുള്ളു കൊടുക്കാൻ പോലും തോന്നൂല. അത്ര ഒരു കുഞ്ഞു വാവയാണ്. അയ്യോ, ഞാൻ മോന് കയ്യും കൂടെ വയ്യാതിരുന്ന മോനല്ലേ എൻ്റെ മോന്. എൻ്റെ മോൻ കയ്യും പ്ലാസ്റ്റിക് ഇട്ട് വെച്ചിരുന്ന മോനല്ലേ എൻ്റെ മോൻ. എന്തിനീ വന്ന് ചെയ്ത്? നീ എന്തൊരു തെറ്റ് ചെയ്തടാ മോനെ? നിന്റെ അവന്മാർ വന്ന് ഇങ്ങനെ ചെയ്യായി. നിനക്ക് ഭയങ്കര നാണം, വീട്ടിലുള്ളവരുടെ നാണം. ഒരൊന്നും എൻ്റെ മോൻ കഴിക്കും. എനിക്കറിയാം, ഞാൻ വയ്ക്കണ വെള്ളം അടയാളം എനിക്കറിയാം. ഞാൻ നിറച്ച് വെള്ളം കൊണ്ടുവച്ച് വെള്ളം കുറയും. അപ്പോഴും ഞാൻ മനസ്സിലാക്കി എൻ്റെ മോൻ ഞാൻ വെച്ച ആഹാരം എൻ്റെ മോൻ കഴിക്കരുത്. എൻ്റെ മോൻ വെള്ളം ഞാൻ നിറച്ചും കൊണ്ടുവച്ചിരുന്ന വെള്ളം അത്. ചായ എങ്ങനെ തന്നെ ചായ ഗ്ലാസ് നിറച്ചും ഞാൻ കൊണ്ടുവയ്ക്കും. കുറേ കഴിയുമ്പോൾ ചായ കുറയും. അപ്പോഴും ഞാൻ വിചാരിക്കും എൻ്റെ മോൻ ഞാൻ കൊടുക്കണ ആഹാരവും വെള്ളവും കഴിക്കുന്നുണ്ടത്. ഞാൻ ഉറക്കമില്ലാതെ നീ വേർക്കുമ്പോ ഞാൻ തടച്ചു കിടത്തത്. നിന്നെ കുഞ്ഞു മാവിയെ പോലെയല്ലേ ഞാൻ കൊണ്ട് നടക്കണത്. എല്ലാരും ഞാൻ മോളേന്ന് വിളിക്കാതെ നിനക്ക് പെമ്മക്കളില്ലാത്തോണ്ടാ നീ നിന്റെ മോനെ നീ മോളേന്ന് വിളിക്കണത്. എന്റെ 4ാമത്തെ മോനാണ്. എല്ലാവർക്കും ഭയങ്കര ഇവിടെ വീട്ടിലുള്ളവരെല്ലാരും ചെല്ല പിള്ളേര്. എന്റെ മോളും കൂടി അവന് ആഹാരം വാരി കൊടുക്കും. എന്റെ മക്കള് ഇങ്ങനെ ഒരു മക്കളെ ഈ ലോകത്തില്ല. അയ്യോ, എന്റെ മക്കള് നല്ല ഒരു വഴക്കും ചന്തയില്ലാത്ത മക്കളാണ്. എന്റെ മക്കളോ ഒരു സഹോദരങ്ങളെ തമ്മിൽ ഒരു വഴക്കില്ല, പിണക്കയില്ല.